നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനെന്താ എന്തെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറിച്ചിട്ടുണ്ടോ? കള്ളക്കടത്ത് വല്ലതും ചെയ്യുന്നുണ്ടോ? മയക്കുമരുന്ന് കച്ചവടം വല്ലതും ചെയ്യുന്നുണ്ടോ? ഇതൊന്നും ചെയ്യാത്തിടത്തോളം നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിമർശിക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 500 ഫോട്ടോയുടെ ഓർഡർ തരാമോ? എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ഹജ്ജിന് പറഞ്ഞയക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനൊരുപാട് ആൾക്കാർ കമൻറ്റുകൾ ഇട്ട് കണ്ടു. മെയിനായിട്ട് പറയുന്നത് ഞാൻ മുസ്ലിം അല്ല, ഞാൻ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്തോ ആയിക്കോട്ടെ. രണ്ടാമത്തേത് കൃഷ്ണനെ വരയ്ക്കുന്നത്, കൃഷ്ണൻ്റെ പൈസ കൊണ്ട് ഹജ്ജിന് പോകുന്നതാണ് എല്ലാവർക്കും വിഷയം. ഒരു ദൈവത്തിൻ്റെ പൈസ കൊണ്ട് മറ്റൊരു ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ എന്താണ് തെറ്റ് നിങ്ങൾ കാണുന്നത്? എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞേക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാവുന്ന തൊഴിൽ എന്തോ അത് മാന്യതയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ എന്തിനെന്നെ ഇങ്ങനെ വിമർശിക്കുന്നു? നിങ്ങൾക്ക് വിമർശിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, അത്രയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകൂ എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന്. ഒരു മകൾ എന്ന നിലയിൽ എനിക്കും കുറച്ച് കടമകളുണ്ട്. അത് ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല ആ കടമകൾ പൂർത്തീകരിക്കേണ്ടത്. ആ കടമകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ വെച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ എൻ്റെ മാതാപിതാക്കളെ ഹജ്ജിന് പറഞ്ഞേക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കളെ ഗേറ്റിന് പുറന്തള്ളി വാതിലടിക്കുന്ന മക്കളുള്ള ഈ കാലത്ത് മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രമാത്രം തെറ്റുകാരിയാവാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ദേ ഈ കൃഷ്ണനാണ് കാരണമെങ്കിൽ ഒരിക്കലും ഈ കൃഷ്ണനെ ഞാൻ കൈയൊഴിയില്ല. ഈ കണ്ണൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പടച്ചോൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ തീർച്ചയായിട്ടും കൊണ്ടുപോകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് കണ്ണൻ്റെ ഫോട്ടോക്ക് ഓർഡർ തന്നാൽ മതി. ഇതിനോടൊപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം.